കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. മൊബൈൽ ഓൺ ചെയ്തതിന് ശേഷം സൈഡിലായി ഇവിടെ ഗ്രീൻ ലൈറ്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ മൊബൈലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ഒരുപാട് പേർക്ക് ഡൗട്ട് എല്ലാം ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഗ്രീൻ ലൈറ്റ് എല്ലാം നമ്മുടെ മൊബൈലിൽ വരുന്നതിൻ്റെ ലക്ഷണം, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈലിൽ ഇതിൽ നമ്മുടെ മൈക്രോഫോൺ അല്ലെങ്കിൽ ക്യാമറ എല്ലാം ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഇത്തരത്തിൽ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് മൊബൈലിൻ്റെ മുകളിൽ സൈഡിലായെല്ലാം തന്നെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് എല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് അല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്തുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കോൾ എല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്യാമറ, മൈക്രോഫോൺ ആക്സസ് എല്ലാം കൊടുക്കുന്ന സമയത്തെല്ലാം മുകളിൽ ഈ ഒരു കാര്യമെല്ലാം വരാറുണ്ട്. എന്നാൽ ഇത് എപ്പോഴാണ് നമുക്ക് പ്രശ്നമെല്ലാം ആവുന്നത് എന്ന് ഞാൻ പറയാം. അതായത് പലപ്പോഴായി നിങ്ങൾ ഇത്തരത്തിൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും ഓൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൈക്രോഫോൺ അല്ലെങ്കിൽ ക്യാമറ ആക്സസ് ഒന്നും യൂസ് ചെയ്യാത്ത സമയത്തും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് എല്ലാം കാണുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സിലാണ് നിങ്ങൾ പോകേണ്ടത്. ഈ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. എനിക്ക് ഇവിടെ ഈ ഒരു മൊബൈലിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ പെർമിഷൻസ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ആക്സസ് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ ഇവിടെ മൈക്രോഫോൺ ആക്സസ് ഏതെല്ലാം ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ ക്യാമറ ആക്സസ് ഏതെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനായി ഇപ്പോൾ ഈ മൈക്രോഫോൺ എന്ന് വന്നിരിക്കുന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂട്യൂബ്, ഗൂഗിൾ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിനെല്ലാം തന്നെ ഞാൻ ഈ ഒരു ആക്സസ് എല്ലാം ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ അറിയാത്തതായ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ യൂട്യൂബ് എന്ന് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അത് ഡു നോട്ട് അലോ എന്ന് കൊടുക്കാം. അതായത് ഈ ഒരു മൈക്രോഫോണിൻ്റെ പെർമിഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് ഇതിന് നമ്മൾ പെർമിഷൻ കൊടുക്കേണ്ട എന്നാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഡു നോട്ട് അലോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനെല്ലാം നിങ്ങൾ പെർമിഷനെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷനിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെർമിഷനെല്ലാം തന്നെ ഡു നോട്ട് അലോ എന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനിയും ഇതുപോലെ ഈ ഒരു പ്രശ്നമെല്ലാം വീണ്ടും കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ മാത്രമെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക.